ഹലോ. ആ സർ പറയാം. സർ എന്നെ നമ്പൂരില്ല, വിളക്ക് പരിശോധിക്കാൻ നാളെ എത്തുന്നു. സർ അങ്ങനെ വെറുതെ വിട്ടു തരാൻ പറ്റില്ല. അതൊരു തൊണ്ടിയ, ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ചെല്ല. നാഥനെ എനിക്കറിയാമല്ലോ സാർ. മകളായതുകൊണ്ട് മാത്രമാണ് ഈ കൂടിക്കാഴ്ച അനുഭവിച്ചത്. എനിക്കുമുണ്ട് മിസ്റ്റർ നാഥനും കുടുംബവും മക്കളും ഒക്കെ. മോള് കരയരുത്. ഒക്കെ നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തെ ധൈര്യത്തോടെ നേരിട്ട് എന്റെ മോള് കരഞ്ഞുകൂടാ. ഒന്നും സാരമില്ല പപ്പ എന്ന് പറയുന്ന മോളെയാണ് എനിക്ക് കാണേണ്ടത്. വെളുപ്പിന് പപ്പ പോകും. ഇത്രയും കാലം ആവശ്യപ്പെട്ടതൊക്കെ മോളുടെ കയ്യിൽ വെച്ച് തന്ന പപ്പ മോളുടെ ബാക്കിയുള്ള ജീവിതത്തിന് വേണ്ടതൊന്നും കയ്യിൽ വെച്ച് തരാതെ ഒന്നുമില്ലാത്തവളാക്കി നിന്നെ ഉപേക്ഷിച്ചു പോകും. മോളെ ഒരിക്കലും എന്റെ മോള് പൊയ്ക്കോ പൊയ്ക്കോ. ഇത് ശരൺ, എന്റെ ഫ്രണ്ട്. എല്ലാം അവസാനിച്ചു എന്നുള്ള തോന്നല നിങ്ങൾ രണ്ടുപേർക്കും. ഒന്നും അവസാനിച്ചിട്ടില്ല. അതൊന്ന് പരിശോധിച്ചാൽ രക്ഷപ്പെടാം. ഇവിടുന്ന് രക്ഷപ്പെടാൻ മതിൽക്കെട്ടിന് പുറത്തേക്ക് സാറിന് വന്നു കിട്ടിയാൽ മതി. ജയിലിൽ ചാടാൻ പറ്റുമോ സാറിന്? വിട്ടിത്തും പറയാതിരിക്കും. കണ്ടൻ സെല്ലില്ല ഞാൻ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കുള്ള കണ്ടൻ സെല്ലെന്ന് പറഞ്ഞാൽ ജയിലിനുള്ളിലെ മറ്റൊരു ജയില. ഒക്കെ എനിക്കറിയാം സാർ. പക്ഷെ എങ്ങനെയെങ്കിലും സാറിന്റെ അവസ്ഥയിൽ സങ്കടപ്പെടുന്ന ആരുടെയെങ്കിലും സഹായത്തോടെയോ അല്ലെങ്കിൽ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ചോ എങ്ങനെയെങ്കിലും മതിൽക്കെട്ടിന് പുറത്തിറങ്ങിയാൽ പിടിക്കപ്പെടാൻ മറ്റൊരു നാഥനുണ്ട്. എന്താ പറഞ്ഞത്? മറ്റൊരു നാഥനോ? സാറിന്റെ ഈ രൂപം, ഈ വേഷം, അയാൾ തൂക്കിലേറ്റപ്പെടും.